സിറ്റുവേഷൻസിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടീനേജ് ആകുമ്പോൾ പുറത്ത് പോകാനൊക്കെ ചോദിക്കുന്ന ആൾക്കാരോട് നമ്മൾ പറയും. അപ്പോൾ നമ്മൾ ട്രോമയാണ് കമ്മ്യൂണിക്കേറ്റ്. ഞാൻ അന്ന് അങ്ങനെ പോയപ്പോൾ എനിക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പം ഞാൻ എപ്പോഴും പറയുന്നൊരു വൺ ലൈനർ, വെൻ യു കമ്മ്യൂണിക്കേറ്റ് ടു യുവർ ചൈൽഡ്, കമ്മ്യൂണിക്കേറ്റ് യുവർ ഫിയേഴ്സ്. ഇപ്പം നമ്മൾ രണ്ടുപേരും മദേഴ്സ് ആണല്ലോ, നമ്മൾ ജനറലി മക്കളോട് പറയുമ്പോഴേ ഡോണ്ട് ഡൂ ദിസ് എന്നാണ് പറയാറ്. ഇപ്പോൾ ചാടലേന്ന് പറയുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ചാടലേന്ന് പറയണേ? താഴെ വീണാൽ തല എങ്ങാനും പൊട്ടിയാലോ എന്താണെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പം അത് പറഞ്ഞാൽ മതി. അത് താഴെ വീഴെന്ന് പറയണ്ട. അതായത് മക്കളെ അതിങ്ങനെ ചാടുമ്പോഴത്തേനും തല എങ്ങാനും വീട് പൊട്ടിയാലോ അമ്മയ്ക്ക് പേടിയാവുന്നു എന്ന് പറഞ്ഞാൽ മതി. ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ കുട്ടി എന്ന് ചിന്തിക്കില്ലേ. കോഗ്നിറ്റീവ് ബ്രെയിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കണമെങ്കിൽ കുറച്ച് ലേറ്റ് ആവും. മനസ്സിലാവുണ്ടോ? ഒരു ടീനേജിലേക്ക് യങ് അഡൾട്ട്ഹുഡിലൊക്കെ വരുമ്പോഴേ അത് കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ആയിട്ട് ഫുള്ളി ഇമോഷണൽ ലോജിക്കലായിട്ട് ഫിക്സ് ആവുന്നുള്ളൂ ഒരു mid-20s ഒക്കെ ആകുമ്പോൾ. അതുവരെ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ ടീനേജേഴ്സ് ഭയങ്കര ഇമ്പൾസീവ് ആണെന്ന്. കാരണം അവർക്ക് ലോജിക്കലി കണക്ട് ചെയ്ത് വരും വരായികളെക്കുറിച്ച് ചിന്തിച്ച് അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ല. നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഇങ്ങനെ പോകുന്നൊരു കുട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ ട്രോമയൊന്നും അങ്ങടേക്ക് പോകത്തില്ല. വി ആർ മാനേജിങ് ഇറ്റ്. സം ഡേയ്സ് ആർ വെരി ഹാർഡ്. അപ്പം എന്താ ചെയ്യുക? ഷട്ട് ഓഫ്.